PSC അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് +2 ലെവൽ പ്രാഥമിക പരീക്ഷ ആദ്യഘട്ട ചോദ്യപേപ്പർ ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു പോകുന്ന മൂന്നാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2 ചോദ്യം. അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ വന്നിരുന്നേ. ഏതാ? അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്? പിന്നെ ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ മണ്ഡലത്തിലാണ്? ഈ 2 ചോദ്യങ്ങൾ അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അന്തരീക്ഷം അതാണ് ടോപ്പിക്ക് കേട്ടോ. പ്രയോജനപ്രദമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കേരള PSCയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യവും ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ സി തെർമോസ്ഫിയറിൻ്റെയാണ്. വിവിധ ഉയരങ്ങളിലെ താപത്തിനനുസരിച്ച് അന്തരീക്ഷത്തെ എത്ര മണ്ഡലങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? വിവിധ ഉയരങ്ങളിലെ താപത്തിനനുസരിച്ച് അന്തരീക്ഷത്തെ 4 മണ്ഡലങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏറ്റവും താഴെ എന്താണ്? ട്രോപ്പോസ്ഫിയർ. അതിൻ്റെ തൊട്ടുമേളിൽ സ്ട്രാറ്റോസ്ഫിയർ. അതിന് തൊട്ടുമേളിൽ മിസോസ്ഫിയർ. അതിന് തൊട്ടുമേളിലാണ് തെർമോസ്ഫിയർ. താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ഏറ്റവും മുകളിലത്തെ പാളിയാണെങ്കിൽ അത് തെർമോസ്ഫിയർ ആണ്. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ഭൂമിയുടെ പുതപ്പ് എന്നറിയപ്പെടുന്നതാണ് അന്തരീക്ഷം. ഭൂമിയുടെ പുതപ്പ് എന്നറിയപ്പെടുന്നത് അന്തരീക്ഷമാണ്. ഇനി നമുക്ക് ആ ഓരോ മണ്ഡലത്തെയും പഠിച്ചെടുക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് നോക്കിക്കോ. ഏറ്റവും താഴത്തെ പാളിയാണ് എന്ത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയർ 8 കിലോമീറ്റർ മുതൽ 18 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ പിന്നെ ഉയരം എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം 8 കിലോമീറ്റർ മുതൽ 18 കിലോമീറ്റർ വരെയാണ് ഉയരം എന്ന് പറയുന്നത്. ഇനി എന്താ? ജൈവമണ്ഡലം കാണപ്പെടുന്നു. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗം ഏതാണ് എന്നൊരു ചോദ്യം ചോദിച്ചാലോ ആൻസർ ഏതായിരിക്കണം? അത് ട്രോപ്പോസ്ഫിയർ ആണ്. പിന്നെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെല്ലാം ഏത് മണ്ഡലത്തിലാണ് നടക്കുന്നത്? മഴ, മഞ്ഞ്, കാറ്റ്, മിന്നൽ എല്ലാം ഏത് മണ്ഡലത്തിലാണ് നടക്കുന്നത്? ട്രോപ്പോസ്ഫിയറിലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നോക്കിയേ, ട്രോപ്പോസ്ഫിയറിൻ്റെ തൊട്ടുമേളിലാണ് ആര്? സ്ട്രാറ്റോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. ട്രോപ്പോസ്ഫിയറിൻ്റെ തൊട്ടുമുകളിലാണ് സ്ട്രാറ്റോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന രേഖ ഏതാ? ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന രേഖ ഏത് പേരിൽ അറിയപ്പെടും? അതാണ് ട്രോപ്പോപാസ്. PSC ചോദിച്ചാലോ അങ്ങനെ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതിക്കോണം ട്രോപ്പോപാസ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻ്റ് അവിടെ ഓർത്തിരിക്കണം. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. പിന്നെ 8 കിലോമീറ്റർ മുതൽ 18 കിലോമീറ്റർ വരെയാണ് ഉയരം. പിന്നെ നമ്മൾ പറഞ്ഞ എന്താ? മേഘരൂപീകരണം, മഴ, മഞ്ഞ് ഒക്കെ നടക്കുന്നത്, അതായത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എല്ലാം നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണെന്ന് ഓർത്തിരിക്കുക. ജൈവമണ്ഡലം കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. പിന്നെ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് പറഞ്ഞേ ട്രോപ്പോപാസ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ പാളി ഏതാ? ഏറ്റവും താഴത്തത് പറഞ്ഞു. ഇനി സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം എന്ത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓസോൺ പാളി കാണപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏത് പാളിയിലാണ്? അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണത്. സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് കാണപ്പെടുന്നത്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ്. ഇനി നമ്മൾ ട്രോപ്പോസ്ഫിയറിന് പറഞ്ഞില്ലായിരുന്നു 8 to 18 കിലോമീറ്റർ വരെയാണ് ഉയരം എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഉയരം എത്ര? ട്രോപ്പോസ്ഫിയറിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ വരെ ഉയരമാണ്. ട്രോപ്പോസ്ഫിയറിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന എന്ത്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് ഓർത്തിരിക്കുക. ഇനി ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാലോ ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലവും സ്ട്രാറ്റോസ്ഫിയർ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഓസോൺ പാളി കാണപ്പെടുന്നു സ്ട്രാറ്റോസ്ഫിയറിൽ. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലമാണ്. അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയറിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ വരെ
ഉയരത്തിൽ വ്യാപിച്ച് കിടക്കുന്നതാണ്. ഇനി നമ്മുടെ ട്രോപ്പോപാസ് എന്ന് പറഞ്ഞ പോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറിന് മേളിലുള്ള എന്താണ്? സ്ട്രാറ്റോസ്ഫിയറിൻ്റെ തൊട്ട് മേളിലുള്ള ഏതാണ്? ട്രോപ്പോസ്ഫിയറിന് മുകളിലാണ് സ്ട്രാറ്റോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലാണ് മിസോസ്ഫിയർ. അപ്പോൾ ഈ സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് എന്തായിരിക്കും? ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും നമ്മൾ പറഞ്ഞു ട്രോപ്പോപാസ് ആണ്. എങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് സ്ട്രാറ്റോപാസ്. സ്ട്രാറ്റോപാസ് എന്ന് ഓർത്തിരിക്കുക. സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ട് മുകളിലാണ് മിസോസ്ഫിയർ എന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മളോട് ചോദിക്കുക, സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവിന് എന്ത് സംഭവിക്കും? കുറയുവോ കൂടുകയോ ചെയ്യും? ഏതാ? കുറയുവാണോ ചെയ്യുന്നത്, കൂടുകയാണോ ചെയ്യുന്നത്? സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവിന് എന്ത് സംഭവിക്കും? ഊഷ്മാവ് കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഊഷ്മാവ് കൂടുവേ. അപ്പം അത്രയും പോയിൻറ്റ്സാണ് സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഓർത്തിരിക്കുക. പിന്നെ ഓസോൺ ദിനമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓസോൺ ദിനമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഓസോൺ ദിനം സെപ്റ്റംബർ 16 ഓർത്തിരിക്കുക. ഇനി നമുക്ക് മിസോസ്ഫിയറിലോട്ട് വരാം. എന്ത് ചെയ്യും? മിസോസ്ഫിയർ ഓപ്ഷൻ സി ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് മിസോസ്ഫിയർ. മിസോസ്ഫിയർ കാണപ്പെടുന്നത് 50 to 80 കിലോമീറ്ററിനുള്ളിലാണ് കേട്ടോ. മിസോസ്ഫിയർ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും 50 to 80 കിലോമീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഉൽക്കകൾ കത്തി നശിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉൽക്കകൾ കത്തി നശിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് PSC. അത് മിസോസ്ഫിയർ ആണെന്ന് ഓർത്തിരിക്കുക. മിസോസ്ഫിയർ ആണ് ഉൽക്കകൾ കത്തി നശിക്കുന്ന അന്തരീക്ഷ പാളി. ഇനി നമ്മൾ പറഞ്ഞു സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവിന് എന്ത് സംഭവിക്കും? ഊഷ്മാവ് കൂടുകയാണെന്നാണ് പറഞ്ഞത്. ഇനി മിസോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? കുറയുവാണ്, താപം കുറയുവാണ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി മിസോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള ആളാണ് ആര്? ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ട് മുകളിൽ മിസോസ്ഫിയർ, മിസോസ്ഫിയറിന് തൊട്ട് മുകളിലാണ് ആര്? തെർമോസ്ഫിയർ. അപ്പം മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന പാളി ഏതാണെന്ന് ചോദിച്ചാലോ ആൻസർ എന്താ? മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന പാളിയാണ് അത് മിസോ പാസ് ആണെന്ന് ഓർത്തിരിക്കുക. മിസോ പാസ് ആണ്. അപ്പം എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് പറഞ്ഞേ? മിസോസ്ഫിയറിനെ കുറിച്ച് 50 to 80 കിലോമീറ്റർ ഉയരത്തിലാണ് ഉൽക്കകൾ കത്തി നശിക്കുന്നത്. ഇവിടെ വെച്ചാണ്. മിസോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കുറയുന്നു. പിന്നെ മിസോസ്ഫിയറിനെ തെർമോസ്ഫിയറിനെ തമ്മിൽ വേർതിരിക്കുന്നത് മിസോ പാസ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? അതുകൊണ്ട് തന്നെയാണ് ഉൽക്കകൾ കത്തി നശിക്കുന്നതെന്ന് ഓർത്തിരുന്നാൽ മതി. അതും മിസോസ്ഫിയർ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അത്രയും പോയിന്റ് മിസോസ്ഫിയറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണേ. നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇനി നമ്മൾ തെർമോസ്ഫിയറിലോട്ട് വരികയാണ്. തെർമോസ്ഫിയറിനെ കുറിച്ച് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? നമ്മൾ പറഞ്ഞു 50 to 80 കിലോമീറ്റർ ഉയരത്തിലാണ് ആര്? മിസോസ്ഫിയർ എന്ന് പറഞ്ഞു. 80 മുതൽ 600 കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് തെർമോസ്ഫിയർ. 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നു ആര്? തെർമോസ്ഫിയർ. താപനില കൂടുതലാണ് തെർമോസ്ഫിയറിൽ. നമുക്കറിയാം പേരിൽ തന്നെ ഉണ്ട്. എന്ത് കൂടുതലാണ്? താപനില വളരെ കൂടുതലാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞു നമ്മുടെ ക്വസ്റ്റ്യൻ, തെർമോസ്ഫിയറിൻ്റെ താഴത്തെ ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിലോട്ട് വരാം. കണ്ടോ? അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്? ക്വസ്റ്റ്യൻ അതല്ലേ. അപ്പോൾ തെർമോസ്ഫിയറിൻ്റെ താഴത്തെ ഭാഗം എന്താ? അയണോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിൻ്റെ താഴത്തെ ഭാഗം അറിയപ്പെടുന്ന പേരാണ് അയണോസ്ഫിയർ. ഈ അയണോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്താ? വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്താണ്. അയണോസ്ഫിയറിലാണ് വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത്.
ഓക്കെ, ഇനിയിപ്പോൾ തെർമോസ്ഫിയറിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം എന്ന് ചോദിച്ചാലോ, അത് എക്സോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നത് അന്തരീക്ഷ മണ്ഡലം എക്സോസ്ഫിയർ ആണ്. അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്? തെർമോസ്ഫിയറിൻ്റെ ഭാഗമാണ്. തെർമോസ്ഫിയറിൻ്റെ താഴത്തെ ഭാഗമാണ് അയണോസ്ഫിയർ. ഈ അയണോസ്ഫിയറിലാണ് വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് എന്തായാലും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അന്തരീക്ഷത്തെക്കുറിച്ച് പ്രധാനമായിട്ടും ഇത്രയും പോയിൻറ്റ്സ് അറിഞ്ഞിരിക്കുക. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പഠിച്ചെടുത്തോണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ പ്രയോജനപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഉടനെ തന്നെ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പോയിൻറ്റ്സ് ആയിട്ട് തരാവേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്